ആ ദിക്ർ ചൊല്ലിക്കൊണ്ടാണോ അവൻ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്? ഒരു കച്ചവടമാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളാവട്ടെ, ഏതൊരു വിഷയമായിരുന്നാലും യാ അലിയു എന്ന് ധാരാളം, അത് എത്രയെന്ന് കണക്കില്ല, അവൻ എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും ചൊല്ലിയതിന് ശേഷം, യാ അലിയു എന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം അവനൊരു വിഷയത്തിലേക്ക് തുടക്കം കുറിച്ചാൽ ആ വിഷയം അവന് പരിപൂർണമായി വിജയമാകുമെന്ന് മാത്രമല്ല, നല്ല ഉന്നതിയും പുരോഗതിയും അതിൻ്റെ പിന്നിൽ അവൻ നേടിയെടുക്കാൻ കഴിയും എന്നതാണ്. അതേപോലെ തന്നെ ഒരു യാത്രക്കാരൻ, അയാൾ യാത്ര പോകുന്നത് കാര്യമായ ഏതോ ഒരു വിഷയം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ യാ അലിയു എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിന് മുമ്പ് യാ അലിയു എന്ന ദിക്ർ ധാരാളം അയാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ആ പോകുന്ന കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം അത് പരിപൂർണമായ വിജയത്തിലായി അദ്ദേഹത്തിന് മടങ്ങാൻ കഴിയും എന്നതും മഹാനവറുകൾ പഠിപ്പിച്ചത് കാണാം. ഇനിയും